ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിൽ ആൽക്കഹോൾ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അങ്ങനെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടി. ഇതൊരു $15 ഓർഡറാണ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ അപ്പോൾ ഓർഡർ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ലിക്കർ സ്റ്റോറിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ കാനഡയിൽ നമുക്ക് ഓർഡർ കളക്ട് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID ഷോപ്പ് കീപ്പറുമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ യൂഷ്വലി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് യൂസ് ചെയ്യാറ്. അവർ നമ്മുടെ ഏജ് വെരിഫൈ ചെയ്യും, എന്നിട്ട് നമുക്ക് ഓർഡർ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ വെരിഫൈ ചെയ്തതിന് ശേഷം എൻ്റെ ഓർഡർ കളക്ട് ചെയ്തു. ഇനിയിപ്പോൾ കസ്റ്റമറിൻ്റെ വീട്ടിലോട്ട് നമുക്കിത് ഡെലിവറി ചെയ്യണം. ഞാൻ അങ്ങനെ കസ്റ്റമറിൻ്റെ വീട്ടിലെത്തി ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമറിൻ്റെ ഏജ് നമ്മൾ വെരിഫൈ ചെയ്യണം. കസ്റ്റമർ ID കാണിച്ച് നമ്മൾ അവരുടെ ഏജ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അവരുടെ ഓർഡർ ആൽക്കഹോൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ കസ്റ്റമറുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്തിട്ട് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഡർ തിരിച്ച് ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇവിടെ ഒരു കാരണവശാലും നമുക്ക് കസ്റ്റമറിന് അവരുടെ ഏജ് വെരിഫൈ നമ്മൾ ചെയ്യാണ്ട് നമുക്ക് ആൽക്കഹോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു മിസ്മാച്ച് കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഓർഡർ തിരിച്ച് ഷോപ്പിൽ തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ആൽക്കഹോൾ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ.